കുരുന്നുകളുടെ സുരക്ഷയ്ക്കായി പ്രായോഗിക പരിശീലനവുമായി പൊന്നാനി നഗരസഭ. സ്കൂളുകൾ തുറക്കും മുമ്പേ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച പഴുതടച്ച സുരക്ഷാ പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ തുടക്കം കുറിച്ചത്. അധ്യയന വർഷത്തിൽ വിദ്യാലയത്തിലെത്തുന്ന വിദ്യാർത്ഥികളോട് സുരക്ഷയും ശുചിത്വവും ഉറപ്പുവരുത്താൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകി. മോട്ടോർ വാഹന വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ, നഗരസഭ എഞ്ചിനീയറിംഗ്, ആരോഗ്യ വിഭാഗം എന്നീ വകുപ്പുകളിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പൊന്നാനി നഗരസഭാ പരിധിയിലെ സ്കൂളിലെ അധ്യാപകർക്കായിരുന്നു പരിശീലനം. ഈ പരിശീലനത്തിൽ പങ്കെടുത്ത അധ്യാപകർ സ്കൂളുകളിലെ കുട്ടികൾക്കും മറ്റ് അധ്യാപകർക്കും പരിശീലനം നൽകും. നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന പരിശീലന പരിപാടി ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. AEO ബിന്ദു ആശംസ അർപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദാമിനി ടീച്ചർ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി S സജിറും നന്ദിയും പറഞ്ഞു. സ്കൂൾ ബസ്സുകളുടെയും കുട്ടികളുടെയും യാത്രകളിൽ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളുമായി ബന്ധപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അരുൺ, കെട്ടിടങ്ങളുടെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷയെക്കുറിച്ച് നഗരസഭാ ഓവർസിയർ അനിരുദ്ധൻ, സ്കൂളുകളിൽ ശ്രദ്ധിക്കേണ്ട സമ്പൂർണ്ണ ശുചിത്വം എന്ന വിഷയത്തെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ ആദർശ് എന്നിവരും തീയണക്കൽ ഉപകരണങ്ങളും മനുഷ്യന്റെ ഡമ്മി ഉപയോഗിച്ച പ്രാഥമിക ശുശ്രൂഷയും ജീവൻ സുരക്ഷാ പരിശീലനവും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉണ്ണികൃഷ്ണനും നേതൃത്വം നൽകി. വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ 10 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിങ്ങിനൊക്കെ കൺവിക്ട് ചെയ്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാലോ ഈ സ്വകാര്യ ബസ്സുകളിലൊക്കെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഡ്രൈവേഴ്സിന്റെ ഒക്കെ പ്രത്യേകത ഇതിനകത്ത് കയറിയിരിക്കുന്ന കുട്ടികളുടെ ഒന്നും മാനസികാവസ്ഥ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിലിരിക്കുന്ന കുട്ടികളാണെന്നുള്ള ബോധം പോലും ഇല്ലാത്തവരാണ് സാധാരണഗതിയിൽ ഇത് ഓടിക്കാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഡ്രൈവേഴ്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിങ്ങൾ സ്കൂളിൽ നടത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇനി 10 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ അയാളെ ഇപ്പം ഈ അധ്യയന വർഷം തുറന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡ്രൈവർ ആരംഭിക്കും. എന്താണ് സ്പെഷ്യൽ ഡ്രൈവ്? എല്ലാ സ്കൂൾ വാഹനങ്ങളും ഞങ്ങൾ സ്ക്രീൻ ചെയ്യും. ഈ വാഹനങ്ങളൊക്കെ GPS ഘടിപ്പിച്ചുകൊണ്ട് സുരക്ഷാ മിത്ര എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് വൈഡ് കൺട്രോൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ കൺട്രോൾ റൂമിൽ ഇരുന്നാൽ വണ്ടി നമ്പർ നമ്മൾ കൊടുക്കേണ്ട താമസം, ഈ വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നു, എവിടെയൊക്കെ അത് ഹാൾട്ട് ചെയ്യുന്നു, ഏതൊക്കെ റൂട്ടിൽ പോകുന്നു എന്ന് കൃത്യമായിട്ട് സയന്റിഫിക് ഡാറ്റ കിട്ടും. അപ്പൊ അതുകൊണ്ട് വാഹനത്തിന്റെ സ്പീഡ് നിയന്ത്രിച്ച് ഓടിക്കാൻ കഴിയുന്ന കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ സാമാന്യത്തിൽ കവിഞ്ഞ് ഉത്തരവാദിത്വമുള്ള ഒരു ഡ്രൈവറെ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ഇരിക്കേണ്ടത്. സ്വർണ്ണ ശില്പികളൊന്നായി ചേർന്നൊരു സ്വർണ്ണ വസന്തം KMJ. സ്വർണ്ണാഭരണ രംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി KMJ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ, ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ, നവീന മോഡലുകളിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, സിംഗപ്പൂർ, കൊൽക്കത്ത, കുവൈത്ത് ഡിസൈൻസ്, ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ. KMJ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 9567512916. KMJ ഗോൾഡൻ ഡയമണ്ട്സ്, പൂത്തോൾ റോഡ്, തൃശൂർ. ഫോൺ 7777023030.